സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഏതൊക്കെ ഇതിനെയാണ്, ക്വാണ്ടിറ്റീനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ബാധിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിൽ വരുത്തുന്നത്, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദെൻ നമുക്ക് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള എഫക്ട്സ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി നല്ലോണം ഇൻക്രീസ് ചെയ്യും. ദ ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റി ഗെയിൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. ഇൻപുട്ട് വാല്യൂസിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആംപ്ലിഫയർ പാരാമീറ്റേഴ്സിനനുസരിച്ചിട്ടോ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിനനുസരിച്ചിട്ടോ ഗെയിൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ഇൻക്രീസ്ഡ് ദ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നേരെ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗെയിൻ സ്റ്റെബിലിറ്റിയാണ്. ഗെയിൻ എപ്പോഴും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആയിരിക്കും. അതെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള കമ്പോണൻസിനെയാണ്. നേരെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ചേഞ്ച് ചെയ്യാത്ത, വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാത്ത കമ്പോണൻസ് ആണെങ്കിൽ ഒരിക്കലും ഗെയിൻ മാറിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ ഗെയിൻ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻക്രീസ്ഡ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിഫയർ. വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ റേഞ്ച് ബിറ്റ്വീൻ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നേരെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ഇടയ്ക്കുള്ള റേഞ്ച് നമുക്ക് കൂട്ടാൻ പറ്റും, കൂടുതൽ റേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ബാൻഡ് വിഡ്ത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദെൻ ഇതിൽ എല്ലാ തരം ഡിസ്റ്റോർഷൻസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. നേരെ സാധാരണ കാണപ്പെടുന്ന ഡിസ്റ്റോർഷൻസ്, ഒരു ആംപ്ലിഫയറിൽ കാണപ്പെടുന്ന ഡിസ്റ്റോർഷൻസ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് അവിടെ ഇവിടെ കട്ടായി പോവുക, അങ്ങനത്തെ ഒക്കെ സംഭവിക്കാം. ദെൻ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ ഒരൊറ്റ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിലും ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസീൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ദെൻ നോയ്സ് നമുക്ക് നല്ലോണം കുറക്കാൻ പറ്റും. ദെൻ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, ഫേസ് ഡിസ്റ്റോർഷൻ, ഇതൊക്കെ എല്ലാ തരം ഡിസ്റ്റോർഷൻസും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ തരം ഡിസ്റ്റോർഷൻ ലൈക്ക് ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഡിസ്റ്റോർഷൻ, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, ദെൻ ഹാർമോണിക് ഡിസ്റ്റോർഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോയ്സ് ഔട്ട്പുട്ടിലുണ്ടാവുന്ന നോയ്സിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആംപ്ലിഫയറിൽ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ മോഡിഫൈഡ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറൻറ്റ് സീരീസ് ഫീഡ്ബാക്ക് ആൻഡ് കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫീഡ്ബാക്ക് സർക്യൂട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയുന്നുണ്ട് അവിടെ, അല്ലേ? ബൈ എ ഫാക്ടർ 1+β × AV. ആ ഒരു ഫാക്ടർ വെച്ചിട്ട് ഒന്നുകിൽ കൂടും ഒന്നുകിൽ കുറയും. സോ വി ക്യാൻ യൂസ് ദ വേർഡ് ദ മോഡിഫൈഡ്. മോഡിഫൈ ചെയ്യുന്നു, ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അന്നേരം ഡിക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ് എന്നുള്ള വാക്ക് നമുക്കിവിടെ യൂസ് ചെയ്തോടാ. ദേ ആർ മോഡിഫൈഡ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ മോഡിഫൈഡ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമ്മളിപ്പോൾ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്നേരം വെറും ഈ പോയിൻ്റ് മാത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് 6 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മളിത്
എന്ത് ചെയ്താൽ മതി, ഈ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. അതേസമയം 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്കിന് എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലുള്ള ഓരോന്നിനും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ നെഗറ്റീവ് ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെയോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെയോ ഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഗെയിൻ ഡിറൈവ് ചെയ്ത് തരാം നമുക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത് AV ഡാഷ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്നാണ് അല്ലേ. AV ഡാഷ് ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV ആണ്. അന്നേരം ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വെൻ ബീറ്റ ഇൻറ്റു AV ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റ ഇൻറ്റു AV ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആകുന്ന സമയത്ത് 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്തായി മാറും, ബീറ്റ ഇൻറ്റു AV ആവും അല്ലേ. നമുക്കറിയാം 80 പ്ലസ് 1ഉം 80ഉം ഏകദേശം ഒന്ന് തന്നെയാണ് എന്നല്ലേ. അതേപോലെ തന്നെ ബീറ്റ ഇൻറ്റു AV വളരെ കൂടുതലാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇതിന് തുല്യമായിട്ട് നമുക്ക് എടുക്കാം, ബീറ്റ ഇൻറ്റു AVക്ക് തുല്യമായിട്ട് എടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് AV ഡാഷിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക, AV ഡാഷ് ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്നുള്ളത് ബീറ്റ ഇൻറ്റു AV ആയി മാറും, ബീറ്റ ഇൻറ്റു AV. അന്നേരം AV ക്യാൻസൽ ഔട്ട്. ദെൻ AV ഡാഷ് ഈക്വൽ ടു നമുക്ക് കിട്ടും 1 ബൈ ബീറ്റ ആണ്, 1 ബൈ ബീറ്റ. വാട്ട് ഈസ് ബീറ്റ? ബീറ്റ ഈസ് ഫീഡ്ബാക്ക് ഫാക്ടർ. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നമുക്ക് ഒരു ആംപ്ലിഫയർ സെക്ഷനുണ്ട്, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കുണ്ട് അല്ലേ. ഫീഡ്ബാക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. അന്നേരം ആംപ്ലിഫയറിന് നമ്മൾ ഫീഡ്ബാക്കിലേക്ക് കൊടുത്തു, ദെൻ ഫീഡ്ബാക്കിന്ന് ഫീഡ്ബാക്ക് ചെയ്യാണ്, സിഗ്നൽ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ഫാക്ടറാണ്. ഫീഡ്ബാക്ക് ചെയ്യുന്ന അളവ് എത്രയാണ്, എത്ര ഫ്രാക്ഷനാണ്, ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്, ക്വാണ്ടിറ്റിയാണ് എന്ത്, ബീറ്റ അല്ലേ. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് AV ഡാഷ് എന്ന് പറയുന്നത് 1 ബൈ ബീറ്റ എന്ന് നമുക്ക് കിട്ടും, 1 ബൈ ബീറ്റയാണ്. അന്നേരം 1 ബൈ ബീറ്റ ആവുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പാരാമീറ്റേഴ്സ് ഓഫ് ദ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. എപ്പോഴും ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? 1 ബൈ ബീറ്റ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ബീറ്റ ഓഫ് ദി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള ബീറ്റ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് റേഷ്യോ ഓർ ഫീഡ്ബാക്ക് ഫാക്ടറിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് റെസിസ്റ്റീവ് RC, ഇപ്പോൾ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ RL കോമ്പിനേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് ബീറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. ദെൻ ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയറും ഇൻഡിപെൻഡൻ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ by using the negative feedback we can increase the stability of ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് വളരെയധികം അങ്ങ് കൂട്ടാൻ പറ്റും. ഇറ്റ് ക്യാൻ ബിക്കോസ് the gain of the amplifier is independent of the transistor parameters like beta, current gain beta. നേരെ രണ്ടും ബീറ്റ തന്നെയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് ഫാക്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻക്രീസ് ദ ബാൻഡ് വിഡ്ത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്
It is the range between the lower cutoff frequency and higher cutoff frequency. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മാക്സിമം ഗെയിൻ കിട്ടുന്ന സിഗ്നലിൻ്റെ മാക്സിമം ഗെയിൻ കിട്ടുന്നത് എവിടെയാണോ ആ ഗെയിനിൻ്റെ 70.7% അല്ലെങ്കിൽ ആ ഗെയിന് /√2 അല്ലെങ്കിൽ ആ ഗെയിൻ -3 dB പോയിൻ്റ് വരുന്നത് എവിടെയാണോ, ഇപ്പോൾ 40 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡി ബി ആറ്റ് മാക്സിമം ഗെയിൻ എപ്പോഴാണോ ഏത് ഫ്രീക്വൻസിയിലാണോ കിട്ടുന്നത് ആ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 40 dB ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസീൻ്റെ ഗെയിൻ എത്രയായിരിക്കും? 40 - 3 dB. 40 - 3 dB എന്ന് പറഞ്ഞാൽ 37 dB എവിടെയാണോ വരുന്നത് ആ പോയിൻ്റുകൾ ലോവർ റേഞ്ചിൽ വരുന്നതിന് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. സെയിം പോയിൻ്റ് നമ്മൾ ഹയർ ഫ്രീക്വൻസിയിൽ നോട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു AV. 1 + ബീറ്റ ഇൻറ്റു AV എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യും, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അന്നേരം ഈ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് അല്ലേ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ് F1 ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദെൻ F2, F1 ആൻഡ് F2 എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ദെൻ ഈ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആണ് എന്ത് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബാൻഡ് വിഡ്ത്ത് നമ്മളിപ്പോൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വിത്ത് ഫീഡ്ബാക്ക് നമുക്ക് വരുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അതായത് നേരത്തെ ഇവിടെ ഇപ്പോൾ F1 എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന F1 എന്ന് പറയുന്നത് F1 ഡാഷ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന F2 ഡാഷ് എന്ന് പറയുന്നത് F2-നേക്കാളും കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകും അല്ലേ. അന്നേരം F1 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു AV ആൻഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു AV എന്ന് പറയുന്നത് വിത്തൗട്ട് ഫീഡ്ബാക്കാണ് ഇത്, ഫീഡ്ബാക്ക് ഇല്ലാണ്ടാണിത്. ഇത് വിത്ത് ഫീഡ്ബാക്കാണ്. അന്നേരം വിത്ത് ഫീഡ്ബാക്കിൻ്റെ ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ് ചെയ്തത്, ഡിക്രീസ് ചെയ്തു. നേരെ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും ഇത് ഡിറൈവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു AV. 1 + ബീറ്റ ഇൻറ്റു AV എന്ന് പറയുന്ന ഡീജനറേറ്റീവ് ഫാക്ടർ തന്നെയാണ് ഇവിടെ F1 എത്ര കണ്ട് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. അതേപോലെ തന്നെ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്ര കണ്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് കിട്ടുന്നത് 1 + ബീറ്റ ഇൻറ്റു AV ആയിരിക്കും. അത്രയും ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. സോ നമുക്കറിയാം ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയുകയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടുകയും ചെയ്യുന്നേരം ഇൻ എഫക്റ്റ് എന്താ ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്ത് നല്ലോണം കൂടും അല്ലേ. സോ ബൈ യൂസിങ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് ശരിക്കും സംഭവിക്കുന്ന എന്താണ്, ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ആംപ്ലിഫയർ ഇൻക്രീസ് ചെയ്യും.
ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ബി ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ബി ഡബ്ല്യു ഇൻറ്റു 1 + ബീറ്റ ഇൻറ്റു എ വി, 1 + ബീറ്റ ഇൻറ്റു എ വി എന്നായിരിക്കും കിട്ടുക. അന്നേരം അവിടെ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു എ വി ആണ്. പക്ഷേ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു എ വി, or fn dash equal to fn divided by 1 + beta into AV. ഇനി higher cutoff frequency is increased by a factor 1 + beta into AV, or f2 dash equal to f2 into 1 + beta into AV. സോ നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ്, ഇപ്പോൾ ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ഏതിൻ്റെത്, നമ്മൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഗെയിൻ വളരെ കൂടുതലായിരിക്കും, എ വി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതേസമയം വിത്ത് ഫീഡ്ബാക്ക് എ വി കുറയും, എ വി ഡാഷ് എന്ന് പറയുന്നത് എ വിനേക്കാളും കുറവായിരിക്കും. പക്ഷേ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായില്ല? അന്നേരം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എ വി ഗെയിൻ കൂടുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് കുറയും, ഗെയിൻ കുറയുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് കൂടും. സോ ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് ഓർ ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ആൻഡ് ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു എ വി. So the bandwidth is also increased by a factor 1 + beta into bandwidth of the amplifier without feedback. Okay, so എന്താണ് ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ഡിക്രീസ്ഡ് ഡിസ്റ്റോർഷൻസ് ആൻഡ് നോയ്സ്. എല്ലാ തരം ഡിസ്റ്റോർഷൻസും ഡിക്രീസ് ചെയ്യും ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു എ വി. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡിസ്റ്റോർഷൻസ് ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, ഫേസ് ഡിസ്റ്റോർഷൻ ആൻഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ. ഇത് എല്ലാ തരം ഡിസ്റ്റോർഷൻസും ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + ബീറ്റ ഇൻറ്റു എ വി. 1 + ബീറ്റ ഇൻറ്റു എ വി എന്ന് പറഞ്ഞ ടേമിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എല്ലാ തരം ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ വളരെ കുറവായിരിക്കും, ഫ്രീക്വൻസി ഡിസ്റ്റോർഷനും ഫേസ് ഡിസ്റ്റോർഷനും വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഇറ്റ് വിൽ ഡിക്രീസ് ദ നോയ്സിനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നേരം നമ്മൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് നോയ്സ് എത്ര കണ്ടുണ്ടോ അതിനേക്കാളും വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ 1 + ബീറ്റ ഇൻറ്റു എ വി ഫാക്ടർ കുറവായിരിക്കും നമ്മളൊരു വിത്ത് ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യണമെങ്കിൽ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ the noise will reduced by 1 + beta into AV factor, അത്രയും കുറഞ്ഞു കിട്ടും. സോ എന്ത് ചെയ്യും, ഡിസ്റ്റോർഷനും നോയ്സും ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ മോഡിഫൈഡ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ മോഡിഫൈഡ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മോഡിഫൈ ചെയ്യും. എന്താണ് മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഒന്നുകിൽ എന്ത് ചെയ്യും, കൂടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറയും. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സീരീസ്, നമ്മൾ 4 ടൈപ്പ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്കറിയാം വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറൻറ്റ് സീരീസ് ഫീഡ്ബാക്ക് ആൻഡ് കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ 4 ഫീഡ്ബാക്കിൽ നമുക്കറിയാം വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നേരം ഔട്ട്പുട്ടിന് പാരലായിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് സിഗ്നൽ എടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ വരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. അതേസമയം സീരീസ് ഫീഡ്ബാക്ക് ആകുന്നേരം ഇൻപുട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്, കൂടുകയാണ് ചെയ്യുക. സോ ഇൻ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്താ വരുന്നത്, in voltage series feedback Ri is increased by a factor 1 + beta into AV and Ro is decreased by a factor 1 + beta into AV. So input resistance increases and output resistance decreases.
And by using a voltage shunt feedback resistance, we know that both input resistance and output resistance decreased by a factor 1 plus beta into AV. നേരം വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും എന്ത് ചെയ്യും, കുറയാണ് ചെയ്യും. ഇനി കറൻറ്റ് സീരീസ് ഫീഡ്ബാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും എന്ത് ചെയ്യും, കൂടും. രണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. നേരെ ശ്രദ്ധിക്കുക. അത് ചെറിയൊരു നമ്മൾ ഒന്ന് നോക്കിയാൽ തന്നെ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കറൻറ്റ് സീരീസ് ഫീഡ്ബാക്കിലാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ബൈ എ ഫാക്ടർ 1 പ്ലസ് ബീറ്റ ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസ് ബൈ എ ഫാക്ടർ 1 പ്ലസ് ബീറ്റ ഇൻറ്റു എ വി. നേരെ രണ്ടിലും എന്താണ് ചെയ്യുന്നത്, 1 പ്ലസ് ബീറ്റ ഇൻറ്റു എ വി ടേംസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് വണ്ണ് കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്. കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 plus beta into AV, and output resistance is increased by a factor 1 plus beta into AV. അങ്ങനെയാവുന്ന സമയത്ത് RI ഡാഷ് എന്ന് പറയുന്നത് RI ഡാഷ് ഈക്വൽ ടു RI ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV ആൻഡ് RO ഡാഷ് ഈക്വൽ ടു RO ഡിവൈഡഡ് ബൈ ഇവിടെ RI ഡാഷ് എന്ന് പറയുന്നത് RI ഡാഷ് ഈക്വൽ ടു RI ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV. എന്നാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്, കുറയും. അതേസമയം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO ഡാഷ് ഈക്വൽ ടു RO ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു AV എന്നായിരിക്കും. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും എന്ത് ചെയ്യാണ്, കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അതേസമയം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. സോ by using different type of feedback circuit we can increase or decrease the input resistance and output resistance. So we can say like that input resistance and output resistance are modified due to negative feedback. Okay, thank you.